ജർമ്മനിയിൽ ഏറ്റവും ട്രെൻഡിങ്ങും പോപ്പുലറുമായ പ്രോഗ്രാം നഴ്സിംഗ് ഹോസ്പിറ്റലോങ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. എങ്കിൽ നഴ്സിംഗ് പോലെ തന്നെ ട്രെൻഡിങ് ആയ 20ഓളം ഹോസ്പിറ്റലോങ് പ്രോഗ്രാം ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിലെ മിക്ക ഹോസ്പിറ്റലോങ് പ്രോഗ്രാമിന്റെ ദൈർഘ്യം ഒന്നെങ്കിൽ 3-3.5 വർഷം ആയിരിക്കും. ആദ്യം തന്നെ IT സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലോങ്. ഇതിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ്, പ്രോഗ്രാമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. രണ്ടാമത്തേത് സിവിൽ കൺസ്ട്രക്ഷൻ. ഇത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാം. ഇതിൽ കവർ ചെയ്യുന്ന ഏരിയാസ് ആണ് പ്ലാനിംഗ്, ഡിസൈനിങ്, സൈറ്റ് സൂപ്പർവിഷൻ ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. നമ്പർ 3, മെക്കാട്രോണിക്സ് ഹോസ്പിറ്റലോങ്. ഓട്ടോമേഷൻ, റോബോട്ടിക്സ്, കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് ടെക്നോളജി ഇന്റഗ്രേഷൻ എന്നീ ഏരിയാസ് ആണ് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹോസ്പിറ്റലോങ്. ഇതിൽ വരുന്നത് ഡിസൈനിങ്, മാനുഫാക്ചറിംഗ് and maintenance of mechanical systems. Circuitry, installation, power systems and maintenance എന്നിവയൊക്കെ കമ്പൈൻ ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഹോസ്പിറ്റലോങ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡൊമസ്റ്റിക് സെക്ടേഴ്സിൽ കരിയർ ബിൽഡ് ചെയ്യാം. ഇനി ഹോസ്പിറ്റലോ ലാബിലോ ആണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം എങ്കിൽ മെഡിക്കൽ ടെക്നോളജി ഹോസ്പിറ്റലോ. ഇതിൽ നിങ്ങൾ പഠിക്കുന്നത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മെഡിക്കൽ എക്വിപ്മെന്റ്. നമ്പർ 7, സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ ഹോസ്പിറ്റലോങ്. This covers marketing, inventory and customer relations. Number 8, automotive and transport industry il work cheyan sahayikkunna commercial vehicle mechatronics, and it covers repair and maintenance of heavy vehicles. അടുത്ത 2 പ്രോഗ്രാംസും നിങ്ങളെ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യാൻ സഹായിക്കും. Number 9, physiotherapy, and this covers rehabilitation techniques and therapy methods, and you will be able to work in hospitals, clinics and sports centers. And number 10 is medical assistant, and this covers patient care, administration and support. Hospitality, operations and event coordination cover ചെയ്തുകൊണ്ടാണ് hotel management hospital നടക്കുന്നത്. And you can build your career in hotels, resorts and the tourism industry. Number 12, office manager hospital. Office administration, communication and coordination cover ചെയ്യുന്നത് കൊണ്ട് തന്നെ you can build your career in corporate and administrative offices. നമ്പർ 13, സ്റ്റുഡൻസിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആയ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റലോങ് ആണ്. ഇതിൽ കവർ ചെയ്യുന്ന ഏരിയാസ് ആണ് വെയർ ഹൗസ് ഓപ്പറേഷൻസ്, ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോർഡിനേഷൻ. നമ്പർ 14, ഫുഡ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ബുച്ചറി ഹോസ്പിറ്റലോങ് ആണ്. ഇതിൽ കവർ ചെയ്യുന്നത് മീറ്റ് പ്രോസസിംഗ്, ഫുഡ് പ്രിപ്പറേഷൻ, ഹൈജീൻ ആൻഡ് കസ്റ്റമർ ഹാൻഡ്ലിംഗ്. ഇനി ഡെന്റൽ ക്ലിനിക്സിലാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം എങ്കിൽ നമ്പർ 15 is dental hygienist, where you will be able to assist in dental treatment. And number 16 is dental assistant.